ഹായ്, ഉള്ളി ഒന്നും അധികം വഴറ്റി സമയം കളയാതെ ഒരു പ്രഷർ കുക്കർ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ടക്കറിയാണ് ഇന്നത്തെ. ആദ്യം മുട്ടയുടെ പകുതി വരെ നിൽക്കുന്ന രീതിയിൽ പ്രഷർ കുക്കറിൽ വെള്ളം എടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുക്കേണ്ടത്. ഒരു വിസിലിൽ മുട്ട വെന്ത് കിട്ടും. ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വിനാഗിരി ഉപ്പോ ഒന്നും വെള്ളത്തിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രഷർ പോയതിന് ശേഷം ഒരുപാട് നേരം അടച്ചു വെക്കരുത്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ വെച്ചാൽ ചിലപ്പോൾ മുട്ട പൊട്ടിപ്പോവാനോ ഷേപ്പൊക്കെ വ്യത്യാസം വരാനോ ചാൻസസ് ഉണ്ട്. അതേ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 2 നുള്ളി പെരിഞ്ജീരകം ചേർക്കാം. പെരിഞ്ജീരകം മുട്ടക്കറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കും. ഇതിനുശേഷം പൊടികളായ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഇത്ര ആഡ് ചെയ്ത് കൊടുക്കും. ഈ കറിയിൽ സവാള അധികം വഴറ്റിലില്ലാത്തതുകൊണ്ടാണ് പൊടികൾ ആദ്യമേ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് അരിഞ്ഞ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, ഉപ്പ് ഇത്രയും ചേർക്കാം. വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർത്തിട്ട് ഒരു 4 മുതൽ 5 വിസിൽ വരെ വേവിക്കാം. വെന്ത് കഴിഞ്ഞാൽ ഇതിന് വേറൊരു പാത്രത്തിലേക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ മുട്ട ചേർക്കാം. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം കുറച്ച് ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, മല്ലിയില, കറിവേപ്പില ഇത്ര ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആ ഇഞ്ചി, വെളുത്തുള്ളി, മറ്റു മസാലകളുടെ കുത്തൊന്നും ഉണ്ടാവില്ല. ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.